മോളെ അശ്വതി, നമ്മുടെ വീടിൻ്റെ ജപ്തിയാണ് ഒരാഴ്ച കഴിഞ്ഞാൽ. എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയില്ല മോളെ എന്നും പറഞ്ഞ് അശ്വതിയുടെ അമ്മ ജലജ ഫോണിലൂടെ കരഞ്ഞു. കരയാതിരിക്കമ്മ, ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് അശ്വതി അവളുടെ അമ്മയെ സമാധാനിപ്പിച്ചു. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ എന്നവളുടെ അമ്മ ചോദിച്ചപ്പോൾ, എന്താ അമ്മേ എന്നവൾ തിരക്കി. നിന്റെ സ്വർണം കുറച്ച് നാളത്തേക്ക് ഒന്ന് പണയം വെക്കാൻ നീ തരുമോ? അങ്ങനെയാണെങ്കിൽ ജപ്തി ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അവളുടെ അമ്മ അത് പറഞ്ഞപ്പോൾ അവൾ കുറച്ചു നേരം മൗനമായി നിന്നുകൊണ്ട് പറഞ്ഞു, നന്ദുവേട്ടനോടും ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും പറയണ്ടേ? അവരോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് അശ്വതി പറഞ്ഞതും അവളുടെ അമ്മ അത് എതിർത്തു. നീ എന്ത് വിഡ്ഢിത്തരാണ് ഈ പറയുന്നത്? അവരോട് പറഞ്ഞാൽ അതും ഇതും പറഞ്ഞ് അവർ എതിർക്കും. നീ ആരോടും പറയാതെ സ്വർണം ഇങ്ങുത്താ, 2 മാസം കൊണ്ട് തിരിച്ചെടുത്തു തരാം എന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞു. തെല്ലു പരിഭവത്തോടെ അശ്വതി വീണ്ടും പറഞ്ഞു, അമ്മ, എനിക്കെന്തോ ഒരു ഭയം. ഞാനിവിടെ ചോദിച്ചിട്ട് തന്നാ മതിയോ എന്നവൾ വീണ്ടും ചോദിച്ചു. ഓഹോ, നിന്നോട് ഞാൻ ഒന്ന് പണയം വെക്കാനല്ലേ ചോദിച്ചത്, അല്ലാതെ വിൽക്കാനല്ലല്ലോ. അല്ലെങ്കിലും എനിക്കിത് തന്നെ വേണം. നിന്റെ അച്ഛൻ കുടുംബം നോക്കാതെ നടന്നപ്പോൾ ഞാൻ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി വീടും സ്ഥലവും പണയം വെച്ച് നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. അതിന് ഞാൻ അടയ്ക്കുന്ന പലിശ നിങ്ങൾക്കൊക്കെ അറിയോ? അതൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എനിക്കൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ഈശ്വര, ഇനി ഞാൻ എന്ത് ചെയ്യും? അമ്മയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എങ്കിലും ഇവിടെ ചോദിക്കാതെ കൊടുത്താൽ പ്രശ്നമാവുമോ എന്നും ചിന്തിച്ച് നിന്നപ്പോഴാണ് അവളുടെ 1.5 വയസ്സുകാരി അമ്മയെന്നും വിളിച്ച് തൊട്ടിൽ നിന്ന് എഴുന്നേറ്റത്. എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവളുടെ മനസ്സ് നിറയെ അമ്മയുടെ ചിത്രമാണ് നിറഞ്ഞു നിന്നത്. അമ്മ തനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവളാണ്. തനിക്കും തൻ്റെ അനിയത്തിക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചവളാണ് അമ്മ. അങ്ങനെയുള്ള അമ്മ ഇന്ന് എന്നോട് കിടപ്പാടം തിരികെ ബാങ്കിൽ നിന്ന് തിരിച്ചെടുക്കാൻ കിഞ്ചുകയാണ്. എന്തൊരു ദയനീയ അവസ്ഥയാണിത് തുടങ്ങി ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അമ്മായി അമ്മ മോളെ എന്നും വിളിച്ച് അടുക്കളയിലേക്ക് വന്നത്. എന്താ അമ്മ? അവൾ ചോദിച്ചു. ദേ, അച്ഛൻ വന്നപ്പോൾ നിനക്കിഷ്ടമുള്ള കഷ്ണമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പൊരിക്കണോ അതോ കറി വെക്കണോ എന്നവർ ചോദിച്ചപ്പോൾ പൊരിക്കാം എന്നവൾ ഉത്തരം നൽകി. എങ്കിൽ മോൾ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോളൂ, അമ്മ ചെയ്തോളാം എന്നും പറഞ്ഞ് മീൻ കായം കൂട്ടാനായി അവർ നടന്നു. വേണ്ടമ്മ, ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് അവൾ അവരിൽ നിന്ന് മീൻ വാങ്ങി. വേണ്ട മോളെ, ഞാൻ ചെയ്യാം എന്നും പറഞ്ഞ് അവർ വീണ്ടും മീനെടുക്കാൻ ചെന്നപ്പോൾ അവൾ അത് സമ്മതിക്കാതെ മീൻ കഴുകി തുടങ്ങിയിരുന്നു. രാത്രി 12 മണി ക്ലോക്കിൽ മുഴങ്ങി. അച്ഛനും അമ്മയും കിടന്നിരുന്നു. അശ്വതി അവളുടെ ഭർത്താവായ നന്ദുവിനെ കാത്തിരിക്കുകയാണ്. അവളുടെ മകളായ ചിന്നുവിനെ അവൾ നേരത്തെ ഉറക്കിയിരുന്നു. ടൗണിൽ സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുകയാണ് നന്ദു. വീടിൻ്റെ മുറ്റത്ത് അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അശ്വതി അവന് വാതിൽ തുറന്നു കൊടുത്തു. ഉറങ്ങാമായിരുന്നില്ലേ അവൻ ചോദിച്ചു. അതിനൊരു ഉത്തരമെന്നോണം അവളൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ കുളിക്കാനായി പോയ സമയം അവൾ അവനുള്ള ഭക്ഷണം ചൂടാക്കി മേശപ്പുറത്ത് വെച്ചതും അവൻ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ ചെന്നിരുന്നു. അവൾ അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പാത്രമെല്ലാം കഴുകി വെച്ച് റൂമിലേക്ക് നടന്നു. നന്ദുവേട്ടാ, അവൾ അവനെ വിളിച്ചു. എന്താ? അവൻ ചോദിച്ചു. നാളെ ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നവൾ ചോദിച്ചപ്പോൾ അവൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. അച്ഛനോടും അമ്മയോടും ചോദിച്ചോ? ഇല്ല, ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് അവരോട് ചോദിക്കാം എന്ന് കരുതി. ആദ്യം അവരോടല്ലേ ചോദിക്കേണ്ടത്? അവർക്ക് സമ്മതാണെങ്കിൽ നീ പൊയ്ക്കോ എന്നായിരുന്നു അവൻ്റെ മറുപടി. ശരി ഏട്ടാ എന്നും പറഞ്ഞ് അവൾ ഉറങ്ങാനായി കിടന്നു. കൂടെ അവനും. പിന്നെ അശ്വതി, നീയേ പോകുന്ന കാര്യം നന്ദിനി ചേച്ചിയോടും കൂടെ ചോദിച്ചോണ്ടു. ഇല്ലെങ്കിൽ പിന്നെ ചേച്ചിക്ക് അത് മതി. ചേച്ചിയോട് പറഞ്ഞില്ല എന്ന പരാതിയും ഉണ്ടാവും എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടന്നു. അവൾ അതിന് ഒന്ന് മൂളി. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറക്കം പിടിച്ചിരുന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വന്നില്ല.
ഇവിടെ പറയണോ അതോ വേണ്ടയോ എന്ന ചോദ്യം അവളെ വല്ലാതെ അലട്ടി. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മനസ്സിൽ മുഴുവനും അമ്മയായിരുന്നു. അമ്മയെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഏട്ടനോട് പറയാമെന്ന് വെച്ചാൽ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ചോദിക്കാൻ പറയും. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു അഭിപ്രായമില്ല. മാത്രവുമല്ല, തന്നേക്കാൾ കൂടുതൽ സ്നേഹവും കരുതലും മുൻഗണനയും അവർക്കാണ് നൽകുന്നത് എന്നെല്ലാം ചിന്തിച്ച് അവൾ പതിയെ ഉറക്കം പിടിച്ചു. നന്ദു അങ്ങനെയാണ്. അവൻ്റെ ഭാര്യ എന്ന പദവി മാത്രമായിരുന്നു അശ്വതിക്കുണ്ടായിരുന്നത്. അവളുടെയും അവൻ്റെയും കാര്യങ്ങളെല്ലാം അവൻ്റെ അച്ഛനോടും അമ്മയോടും കെട്ടിച്ചു വിട്ട ചേച്ചിയോടും ചോദിക്കാൻ പറയും. അവൻ ഒരിക്കലും സ്വന്തമായി ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവൻ്റെ വീട്ടുകാരുടെ തീരുമാനമാണ് അവൻ്റെയും തീരുമാനം എന്നതാണ് വാസ്തവം. പിറ്റേ ദിവസം രാവിലെ അശ്വതി 4 മണിയോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. രാവിലെ 6 മണിക്ക് എല്ലാവർക്കും പഴവും മുട്ടയും പുഴുങ്ങിയതും 7:30 ഉള്ള പ്രഭാത ഭക്ഷണവും അവൾ ഉണ്ടാക്കാൻ തുടങ്ങി. നേരം 5 ആയപ്പോൾ അമ്മ അടുക്കളയിലേക്ക് വന്നു. എല്ലാം റെഡിയായോ മോളെ എന്ന് ചോദിച്ച് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. ആയി അമ്മ, അവൾ ഉത്തരം പറഞ്ഞു. അമ്മ, ഞാനിന്ന് വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്നവൾ അവരോട് ചോദിച്ചു. വേണ്ട മോളെ, ഇന്ന് നന്ദിനിയും കുട്ടികളും ഇങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടികൾക്കിനി 5 ദിവസം ലീവാണത്രേ. ഇനി അവർ വന്നു പോയിട്ട് പോവാൻ നിനക്ക് എന്നും പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു. അത് കേട്ടതും അവൾ വല്ലാതെ തളർന്നു. വീട്ടിലെത്തിയിട്ട് അമ്മയ്ക്ക് സ്വർണം കൊടുക്കണമെന്നും അത് പണയം വെച്ച പണം കൊണ്ട് ലോൺ അടയ്ക്കണമെന്നുമായിരുന്നു അവളുടെ വീട്ടിലേക്ക് പോവാനുള്ള ഉദ്ദേശത്തിന് പുറത്തുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നവൾക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത്. ചായ ആയില്ലേ? അവൻ ചോദിച്ചു. ദാ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് അവൾ ധൃതിയിൽ ഭക്ഷണം മേശപ്പുറത്ത് വെച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇന്ന് മകളായ നന്ദിനിയും മക്കളും വരുന്നത് കൊണ്ട് ബിരിയാണിയും ചിക്കനുമാണ് സ്പെഷ്യൽ. അതുകൊണ്ട് തന്നെ അവൾക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോവാൻ പോലും സമയം കിട്ടിയില്ല. കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെയും കൂട്ടത്തിൽ അവൾക്ക് നോക്കേണ്ടതായി വന്നു. വീട്ടിലെ ജോലിയും കുഞ്ഞിനെ നോക്കലും അവൾ എന്നും ചെയ്യുന്ന ജോലികൾ തന്നെയാണ്. ഈ 2 വർഷമായിട്ടും അതൊരിക്കലും അവൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും ഈശ്വര? അമ്മയ്ക്കാണെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല അവിടെ എന്നെല്ലാം അവൾ ജോലികൾ ചെയ്യുന്ന ഇടയിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ ഒരിക്കൽ പോലും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ടില്ല. പക്ഷേ അമ്മ അങ്ങനെ ആയിരുന്നില്ല. അമ്മയ്ക്ക് ഞാനും അനിയത്തിയുമായിരുന്നു ലോകം. അങ്ങനെയുള്ള അമ്മയെ ഞാൻ ഈ സമയത്ത് സഹായിച്ചില്ല എങ്കിൽ ഈശ്വരൻ പോലും എന്നോട് ക്ഷമിക്കില്ല എന്നെല്ലാം ഓർത്ത് അവൾ കണ്ണുകളിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർ നനവാർന്ന അവളുടെ കൈകൾ കൊണ്ട് തുടച്ചു നീക്കി. ശേഷം അവൾ അകവും പുറവും അടിച്ചു വാരാനും തുടയ്ക്കാനും നടന്നു. മുറ്റമെല്ലാം അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോഴും അവളുടെ മനസ്സിൽ ജപ്തിയും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് അവളുടെ മനസ്സിൽ ഒരാശയം വന്നത്. തനിക്ക് തന്ന 20 പവനിൽ 10 പവൻ സ്വർണം താൻ അണിഞ്ഞിരിക്കുന്നു. ബാക്കി തൻ്റെ പക്കലുണ്ട് താനും. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് പോവാനും ഇപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്നിട്ട് ആരും കാണാതെ അമ്മയുടെ കയ്യിൽ സ്വർണം കൊടുക്കാം. വേഗം ഫോണെടുത്ത് അവൾ അമ്മയ്ക്ക് വിളിച്ചു. ഹലോ അമ്മ, സുഖാണോ എന്നവൾ ചോദിച്ചു. സുഖം എന്നവർ ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു. അമ്മ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വരണം. ഞാൻ സ്വർണം തരാം. ആരും കാണാതെ അമ്മ അത് ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നവൾ പറഞ്ഞപ്പോൾ ശരി മോളെ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ഞാൻ എന്നും പറഞ്ഞ് അവർ ഒരു നെടുവീർപ്പിട്ടു. വിഷമിക്കാതെ ഇരിക്കമ്മ, എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അവൾ അവരെ സമാധാനപ്പെടുത്തി. 2 മാസം കൊണ്ട് ഞാൻ എൻ്റെ മോളുടെ സ്വർണം തിരികെ എടുത്തു തരാം. അമ്മയ്ക്ക് വേറെ ഒരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാണ് മോളെ എന്നവർ ഇടറിയ സ്വരത്തിൽ അവളോട് പറഞ്ഞു നിർത്തി. അമ്മ സങ്കടപ്പെടാതെ ഇരിക്കെ, എല്ലാം ഈശ്വരൻ കാണുന്നില്ലേ? എങ്കിൽ ശരി അമ്മ, വൈകുന്നേരം വന്നോളൂ എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ആരെങ്കിലും കേട്ടോ എന്നവൾ ചുറ്റും നോക്കി ഉറപ്പ് വരുത്തി. ശേഷം അവൾ ജോലികൾ വേഗത്തിൽ തീർക്കാൻ തുടങ്ങി. ഉച്ചയോടടുത്തപ്പോൾ നന്ദിനിയും മക്കളും വന്നു. ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും ഒന്ന് മയങ്ങാൻ കിടന്നു. അപ്പോഴും അവളുടെ ഉള്ളിൽ മുഴുവനും അമ്മയുടെ വരവായിരുന്നു. അമ്മ വന്ന് ആ സ്വർണം കൊണ്ടുപോകുന്നത് വരെ
അവൾക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അമ്മ വരുന്നതും കാത്ത് അവൾ ഒരുപാട് കാത്തിരുന്നു. അതിനിടയിൽ എപ്പോഴോ അവളൊന്ന് മയങ്ങിപ്പോയി. കോണിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം മുഴങ്ങിയതും അശ്വതി ഞെട്ടിയുണർന്നു. വേഗത്തിൽ അവൾ പോയി വാതിൽ തുറന്നു. അവളുടെ അമ്മയായിരുന്നു വന്നത്. "വരൂ അമ്മ, അകത്തേക്ക് ഇരിക്കാം" എന്നും പറഞ്ഞ് അശ്വതി അവളുടെ അമ്മയെ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ അമ്മ അകത്തേക്ക് കയറിയതും അവളുടെ അമ്മായിയമ്മയും നന്ദിനിയും അവിടേക്ക് വന്നു. "ജലജാമയോ, വരൂ, ഇരിക്കൂ" എന്നും പറഞ്ഞ് അവളുടെ അമ്മായിയമ്മ അവർക്ക് കസാര ഇട്ട് കൊടുത്തു. "മോളെ, അമ്മയ്ക്ക് ചായയും പലഹാരവും കൊടുക്ക്" എന്നും പറഞ്ഞ് അവളുടെ അമ്മായിയമ്മ അശ്വതിക്ക് നിർദ്ദേശം കൊടുത്തു. അത് കേട്ടതും അവൾ അടുക്കളയിൽ ചെന്ന് ചായയും പലഹാരങ്ങളുമായി വന്നു. "മോളെയും കുഞ്ഞിനെയും കണ്ടിട്ട് കുറച്ചായില്ലേ, അതാ ഇങ്ങ് പോന്നെ" എന്ന് ജലജാമ ചായ കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു. "നന്ദിനിയും കുഞ്ഞുങ്ങളും ഇന്നാ വന്നത്, അവർ പോയിട്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു" എന്നും പറഞ്ഞ് അമ്മായിയമ്മ ജലജയെ ഒന്ന് നോക്കി. ജലജാമ അതിനുത്തരമെന്നോണം ഒന്ന് പുഞ്ചിരിച്ചു. "അല്ല, മോളെവിടെയാ?" എന്നും പറഞ്ഞ് ജലജാമ കുഞ്ഞിനെ തിരക്കി. "അവൾ ഉറങ്ങണമ്മേ" എന്ന് അശ്വതി ഉത്തരം നൽകി. "കുഞ്ഞിനെ ഒന്ന് കാണട്ടെ" എന്നും പറഞ്ഞ് ജലജാമ അവരുടെ റൂമിലേക്ക് നടന്നു. കൂടെ അശ്വതിയും ചെന്നു. ജലജാമ കുഞ്ഞുറങ്ങുന്ന തൊട്ടിലിൽ ചെന്ന് തലയിട്ട് നോക്കി. കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു. കുഞ്ഞിന് വേണ്ടി വാങ്ങിയ കുറച്ച് പലഹാരങ്ങളും മിഠായും അവർ മേശയുടെ മുകളിൽ വെച്ചു. പിറകിൽ ആരും വരുന്നില്ല എന്ന് മനസ്സിലാക്കിയ അശ്വതി വേഗം അലമാര തുറന്ന് അവളുടെ സ്വർണമെടുത്ത് അവരുടെ ബാഗിൽ ഇട്ട് കൊടുത്തു. "മോളെ, ഞാൻ പെട്ടെന്ന് തിരിച്ചെടുത്ത് തരാം, നീ വിഷമിക്കേണ്ട" എന്നും പറഞ്ഞ് അവളുടെ അമ്മ അശ്വതിയുടെ തലയിൽ തലോടി. അമ്മയുടെ മുഖത്തേക്ക് അവളൊന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. "എൻ്റെ ശമ്പളം മിച്ചം പിടിച്ച് ഞാൻ 2 മാസം കൊണ്ട് തിരികെ എടുത്ത് തരാം" എന്നും പറഞ്ഞ് അവർ വീണ്ടും കുഞ്ഞിനെ ഒന്ന് നോക്കി. അവരുടെ വീടിൻ്റെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ അധ്യാപികയാണ് അവളുടെ അമ്മ. അവരുടെ വരുമാനം കൊണ്ട് മാത്രമാണ് ആ വീട് കഴിഞ്ഞു പോകുന്നത്. അശ്വതിയെ ബിഫാം പഠിപ്പിച്ചതും അവളുടെ അനിയത്തിയെ ഇപ്പോൾ MA പഠിപ്പിക്കുന്നതും അവരുടെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. അവരുടെ അച്ഛൻ കുടുംബത്തെ നോക്കാൻ പിന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ഭാരവും അവളുടെ അമ്മയുടെ തലയിൽ തന്നെയായിരുന്നു. 2 മാസം മുന്നേ അവരുടെ അച്ഛൻ മരണപ്പെട്ടു. ബാങ്കിൽ അടയ്ക്കാൻ മാറ്റിവെച്ച പണം അവരുടെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതുകൊണ്ടാണ് ബാങ്കിൽ അടയ്ക്കാൻ പണമില്ലാതെ പോയത്. "എങ്കിൽ ശരി മോളെ, ഞാൻ ഇറങ്ങട്ടെ. അവർ പോയാൽ നീ വീട്ടിലേക്ക് നിൽക്കാൻ വായോ" എന്നും പറഞ്ഞ് ജലജാമ ഇറങ്ങി. അവരെ യാത്രയാക്കാൻ നന്ദിനിയും അമ്മയും വന്നു. നേരം രാത്രിയായി. അമ്മ വീട്ടിലെത്തി എന്ന വിവരം അവളെ വിളിച്ചറിയിച്ചിരുന്നു. നന്ദു ഇന്ന് പതിവിലും നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. അവൻ നന്ദിനിക്കും മക്കൾക്കും വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും കൊണ്ടുവന്നിരുന്നു. അവൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത് പ്രകാരമാണ് അവൻ പലഹാരങ്ങൾ വാങ്ങിയത്. വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവൻ വാങ്ങിച്ചത്. 2 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നന്ദു അശ്വതിക്കും കുഞ്ഞിനും വേണ്ടി ഒന്നും കൊണ്ടു കൊടുത്തിരുന്നില്ല. ചേച്ചിയും മക്കളും വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അവൻ കണ്ടറിഞ്ഞ് കൊണ്ടുകൊടുക്കും. അതിലൊരിക്കൽ പോലും അശ്വതി പരാതി പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും കെട്ടിച്ചു വിട്ട മകളും മക്കളും വരുമ്പോൾ അവർക്ക് വെച്ച് വിളമ്പിക്കൊടുക്കാൻ ചിലവില്ലാത്ത ഒരു യന്ത്രം മാത്രമായിരുന്നു അവൾ ആ വീട്ടിൽ. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന നന്ദു ഭക്ഷണമെല്ലാം കഴിച്ചു പോയി കിടന്നുറങ്ങി. എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അവൾക്കിന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതിനിടയിൽ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് കുറേ നേരം അവൾ നടന്നു. ആരും തന്നെ അവളെ സഹായിക്കാൻ അങ്ങോട്ട് ചെന്നില്ല. കുഞ്ഞുറങ്ങിയപ്പോൾ അവൾ കുട്ടിയെ കൊണ്ട് കിടത്തി. അപ്പോഴേക്കും നേരം 12 അടുത്തിരുന്നു. അടുക്കളയിൽ കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങളെല്ലാം ഓരോന്നോരോന്നായി അവൾ കഴുകി വെച്ചു. അടുക്കും ചിട്ടയുമില്ലാത്ത അടുക്കള അവൾ വൃത്തിയാക്കാൻ തുടങ്ങി. എല്ലാം കഴിഞ്ഞ് മേലും കഴുകി വന്നപ്പോഴേക്കും നേരം 2 അടുത്തിരുന്നു. ഒന്ന് കണ്ണു ചുമ്പാനുള്ള സമയം മാത്രമേ ഉള്ളൂ എന്നവൾ മനസ്സിലാക്കി. ശേഷം വേഗം ചെന്ന് കട്ടിലിൽ നല്ല ഉറക്കത്തിലായിരുന്ന നന്ദുവിൻ്റെ ഒരറ്റം ചേർന്ന് അവളും കിടന്നു. നേരം പുലർന്നു. അശ്വതിയും എഴുന്നേറ്റു. കുഞ്ഞിനെ നോക്കലും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും അവളുടെ ദിനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു.
ജലജാമ ബാങ്കിൽ പോയി അവളുടെ സ്വർണം പണയം വെച്ച് ജപ്തിയിൽ നിന്ന് മോചിതയായി. ആ വിവരമെല്ലാം ജലജാമ അശ്വതിയെ അറിയിച്ചിരുന്നു. അവൾക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. തന്നെ കൊണ്ട് ഇതെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയല്ലോ എന്ന ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വന്ന നന്ദുവിനെ നന്ദിനി റൂമിലേക്ക് വിളിച്ചു വരുത്തി. എടാ, ഞാൻ ഒരു മുഖവുരയില്ലാതെ കാര്യം പറയാം. ഏട്ടൻ ബിസിനസ് തുടങ്ങിയില്ലേ? അതിലേക്ക് കുറച്ച് പണം വേണം. നിന്റെ കയ്യിലുണ്ടാവില്ല എന്നെനിക്കറിയാം. പക്ഷേ അശ്വതിയുടെ സ്വർണം എനിക്ക് പണയം വെക്കാൻ തന്നാൽ മതി. സാവകാശം ഞാനത് തിരികെ തരാം. അത് ഞാൻ എന്ന് പറഞ്ഞവൻ തുടങ്ങിയപ്പോഴേക്കും അവൻ്റെ അമ്മ അങ്ങോട്ട് വന്നു. നമ്മളല്ലാതെ വേറെ ആരാ അവളെ സഹായിക്കാനുള്ളത്? നീ അത് അശ്വതിയോട് പറഞ്ഞ് അവൾക്കങ്ങ് കൊടുക്ക്. അവൾ പിന്നീട് അത് തിരികെ തന്നോളും. അവർ പറയുന്നത് കേട്ടപ്പോൾ അവൻ അതിന് സമ്മതം മൂളി. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു നന്ദിനിക്കും അവളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. രാത്രി പണികളെല്ലാം റൂമിലേക്ക് വന്ന അശ്വതിയെ നന്ദു ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേച്ചിക്ക് നിന്റെ സ്വർണം വേണമെന്ന് പറയുന്നു. ചേട്ടന് ബിസിനസ്സിലേക്ക് ഇറക്കാനാണ്. കുറച്ച് കഴിഞ്ഞാൽ എടുത്തു തന്നോളും എന്നവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ അവൾക്ക് തോന്നി. അത് സ്വർണം എന്നവൾ പറഞ്ഞു തീരും മുന്നേ അവൻ അവളോടായി വീണ്ടും പറഞ്ഞു, നാളെ ചേച്ചി പോകും. നീ സ്വർണ്ണം എല്ലാം ചേച്ചിക്ക് കൊടുക്ക് എന്നും പറഞ്ഞ് അവൻ തിരികെ നടന്നതും, ഏട്ടാ, ഞാൻ സ്വർണം അമ്മയ്ക്ക് പണയം വെക്കാൻ കൊടുത്തു എന്നവൾ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് അവനോട് പറഞ്ഞു. അവരുടെ സംസാരമെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്ന അച്ഛനും അമ്മയും ചേച്ചിയും റൂമിലേക്ക് കയറി വന്നു. ഇതുവരെ കാണാത്ത മുഖങ്ങൾ അവൾക്കവിടെ കാണേണ്ടതായി വന്നു. എന്താടി നീ പറഞ്ഞത്? നിന്റെ സ്വർണ്ണമെല്ലാം നീ നിന്റെ തള്ളയ്ക്ക് കൊടുത്തു എന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ കൊടുത്തത് എന്ന് കലി തുള്ളിക്കൊണ്ട് നന്ദുവിൻ്റെ അമ്മ ചോദിച്ചു. അത് അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്കത് കൊടുക്കേണ്ടി വന്നു അമ്മ എന്നും പറഞ്ഞ് അവൾ മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു. അയ്യോ, അവളുടെ പൂങ്കണ്ണീര് കണ്ടില്ലേ? അല്ലെങ്കിലും എടാ നന്ദു, അവൾ അത് കൊടുക്കുന്നതിന് മുന്നേ നിന്നോടൊരു വാക്ക് അവൾ ചോദിച്ചോ എന്നും പറഞ്ഞ് നന്ദിനിയും കലി തുള്ളാൻ കൂടി. അവൻ അവരെല്ലാം പറയുന്നത് മൗനമായി കേട്ടുകൊണ്ടിരുന്നു. ശേഷം അവൻ്റെ അച്ഛൻ തുടർന്നു, ഇപ്പോൾ ഈ നിമിഷം നീ ഈ വീട്ടിൽ നിന്നിറങ്ങണം. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അച്ഛാ, 2 മാസം കൊണ്ട് അമ്മ അത് തിരികെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ ദയവായി ഒന്ന് ക്ഷമിച്ചൂടെ എന്നവൾ കേണു. സാധ്യമല്ല. നിന്റെ സ്വർണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാണ്. അത് നീ അവർക്ക് കൊടുത്തതുകൊണ്ട് നിനക്കിവിടെ നിന്ന് പോവാം എന്ന് നന്ദിനി ഉറപ്പിച്ചു പറഞ്ഞു. ഒരാശ്രയത്തിനെന്നോണം അവൾ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, ഞാനത് ചോദിക്കാതെ കൊടുത്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ 2 മാസം കൊണ്ട് അമ്മ സ്വർണം തിരികെ എടുത്ത് തരും എന്നും പറഞ്ഞ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്പസമയം ആ മുറിയിൽ നിശബ്ദത പരന്നു. നീ എന്ത് നോക്കിയിരിക്കുക? അവളെ വീട്ടിൽ കൊണ്ടുവിട് എന്നവൻ്റെ അമ്മ അവനെ നോക്കിക്കൊണ്ട് അലറി. രൂക്ഷഭാവത്തിൽ അവൻ അശ്വതിയൊന്ന് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു, നിന്റെ എല്ലാം എടുത്ത് ഇറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. കൂടെ അവൻ്റെ വീട്ടുകാരും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മറ്റൊരു മുഖങ്ങൾ അവൾക്കവിടെ കാണേണ്ടി വന്നു. സ്വർണം ഉണ്ട് എന്ന് കരുതിയായിരുന്നു അവരെന്നെ സ്നേഹിച്ചത്. ഈ 2 വർഷത്തിനിടയിൽ ആരും തന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ താൻ ഇതെല്ലാം സ്വപ്നം കാണുകയാണോ? ഈശ്വര, ഇതൊന്നും സത്യമാവില്ലേ എന്നവൾ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് നന്ദിനി മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, നിന്നോടല്ലേടി പറഞ്ഞത് നിന്റെ എല്ലാം എടുത്ത് ഇറങ്ങാൻ എന്നവൾ പറഞ്ഞപ്പോഴാണ് ഇതൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ് എന്നവൾ തിരിച്ചറിഞ്ഞത്. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ശേഷം അവൾ വേണ്ട സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി അവൾ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. പുറത്ത് നന്ദു മുൻസീറ്റിൽ കാർ സ്റ്റാർട്ട് ചെയ്ത് അവളെ കാത്തിരിക്കുകയായിരുന്നു. അവൾ വരുന്നത് കണ്ട് നന്ദിനി പിൻസീറ്റിലെ ഡോർ അവൾക്ക് തുറന്നു കൊടുത്ത് അവൾ മുന്നിലെ സീറ്റിൽ പോയി ഇരുന്നു. കാർ അവളുടെ വീട്ടിലേക്ക് കുതിച്ചു. നേരം 12 കഴിഞ്ഞതുകൊണ്ട് അവളുടെ അനുജത്തിയും അമ്മയും കിടന്നിരുന്നു. പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവരായിരുന്നു. എന്താ ഈ നേരത്ത് എന്ന് ജലജാമ ചോദിച്ചു.
നിങ്ങളും നിങ്ങളുടെ മകളും ചേർന്ന് ഞങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനം അങ്ങ് വിഴുങ്ങി എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇനി അതെല്ലാം എന്നാണോ തിരിച്ചു തരുന്നത് അതുവരെ ഇവളും കുഞ്ഞും ഇവിടെ നിൽക്കും എന്നും പറഞ്ഞ് നന്ദിനി കാറിൽ കയറി. നന്ദു ഒന്നും പറയാതെ കാർ തിരിച്ചുവിട്ടു. അവർ കൺമുന്നിൽ നിന്ന് മായുന്നത് വരെ അശ്വതി അവരെ തന്നെ നോക്കി നിന്നു. മോളെ, അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ജലജാമ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അകത്തേക്ക് നടന്നു. കൂടെ അവളും. അവളോട് ആരും ഒന്നും ചോദിച്ചില്ല. പ്രശ്നം വളരെ വഷളായിരിക്കുകയാണെന്ന് ജലജാമയ്ക്ക് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ അനുജത്തി നിമ്മി പതിയെ അവളോട് കാര്യങ്ങൾ തിരക്കിയതും ഏങ്ങലടക്കാൻ കഴിയാതെ അവളോടെല്ലാം അശ്വതി വിവരിച്ചു. ആ വിവരം നിമ്മി അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അന്ന് സ്കൂളിലേക്ക് പോവാതെ ലീവെടുത്ത് ചോദിക്കാൻ പറ്റുന്നവരോടെല്ലാം ചെന്ന് കടം ചോദിച്ചു. എങ്കിലും എല്ലാവരും കൈമലർത്തി. തിന്നാനും കുടിക്കാനും ഒന്നും വേണ്ടാതെ അശ്വതി മുറിയിൽ തന്നെ ഇരിപ്പായി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ നിമ്മി ഒരാഴ്ച കോളേജിൽ പോവാതെ ലീവെടുത്ത് മോളെ നല്ലപോലെ നോക്കി വീട്ടിൽ നിന്നു. പലരോടും ഇരുന്നിട്ടും ജലജാമയ്ക്ക് എവിടെ നിന്നും പണം ലഭിച്ചില്ല. കാലം വീണ്ടും മുന്നോട്ടു പോയി. പക്ഷെ നന്ദു ഒരിക്കൽ പോലും അശ്വതിയെ വിളിച്ചില്ല. അവൾ പലപ്പോഴും അവനെ വിളിച്ചിരുന്നുവെങ്കിലും അവൻ കോൾ എടുത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പായി. ചേച്ചി, എത്ര നാളിങ്ങനെ ഈ ഇരിപ്പിരിക്കും? എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു ചേച്ചിക്ക് വിവാഹത്തിന് മുന്നേ. വിവാഹത്തോടെ ചേച്ചി വല്ലാതെ ഒതുങ്ങിപ്പോയി. മാസം 6 കഴിഞ്ഞു ഏട്ടൻ ചേച്ചിയെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട്. ഇനിയെങ്കിലും ചേച്ചി പ്രാക്ടിക്കലായി ചിന്തിക്ക്. നമ്മുടെ അമ്മ രാവും പകലുമില്ലാതെ ചേച്ചിയുടെ സ്വർണം തിരിച്ചെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൈകിയാണെങ്കിലും അമ്മ ചേച്ചിക്ക് ആ സ്വർണം തിരികെ എടുത്തു തരും. പക്ഷേ വീണ്ടും ചേച്ചിക്ക് ഒരു സ്ഥാനവും വിലയും തരാത്ത ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഇടയിലേക്ക് തന്നെ പോവേണ്ടേ? ചേച്ചി ബിഫാം കഴിഞ്ഞതല്ലേ? ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ ജോലിക്ക് ശ്രമിച്ചൂടെ ചേച്ചിക്ക്? അപ്പോൾ കുറേയൊക്കെ സമാധാനം ചേച്ചിക്ക് കിട്ടും. അത്രയും നിമ്മി അശ്വതിയോട് പറഞ്ഞ് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. താൻ ഇങ്ങനെ ഇരുന്നാൽ കാര്യങ്ങളൊന്നും തന്നെ നടക്കില്ല. അവൾ പറഞ്ഞതുപോലെ താൻ ബിഫാം കഴിഞ്ഞതല്ലേ, താൻ ശ്രമിച്ചാൽ ഒരു ജോലി കിട്ടാതെ ഇരിക്കില്ല. അവൾ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹം അതെല്ലാം ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞില്ലേ? താൻ എല്ലാ സന്തോഷങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ഉപേക്ഷിച്ചവളായിരുന്നില്ലേ? പക്ഷേ ആരും തന്നെ മനസ്സിലാക്കാനും കൂടെ നിൽക്കാനും ഉണ്ടായില്ല. എന്തിന് സ്വന്തം ഭർത്താവ് പോലും. അതിന് അദ്ദേഹത്തിന് ഞാൻ ഭാര്യയായിരുന്നോ? വെറും വെച്ച് വിളമ്പിക്കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നല്ല പോലെ നോക്കാനുമുള്ള ഒരടിമ എന്നെല്ലാം അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജലജാമ അവിടേക്ക് വന്നത്. മോളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം നിന്റെ ജീവിതം ശിഥിലമായില്ലേ എന്നും പറഞ്ഞ് അവൾക്ക് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് കരഞ്ഞു. എന്താ അമ്മ ഈ പറയുന്നത്? അല്ലെങ്കിലും സ്വർണത്തിൻ്റെ അളവിലാണോ അമ്മേ ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം വേണ്ടത്? ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് ഭാര്യയായിരുന്നില്ല. വെറും ഒരു കളിപ്പാവ മാത്രമായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഇനി എൻ്റെ അമ്മ അതാലോചിച്ച് വിഷമിക്കേണ്ട. അമ്മ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. അത് മതി എനിക്ക് ജീവിക്കാൻ എന്ന് പറഞ്ഞ് അശ്വതി അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. അവളുടെ നിരന്തരമായുള്ള പരിശ്രമം കൊണ്ട് അവൾക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ ജോലി കിട്ടി. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അവളുടെ മെഡിക്കൽ ഷോപ്പിലേക്ക് നന്ദുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി മരുന്ന് വാങ്ങാൻ വരുന്നത്. അവൾ മരുന്നെടുക്കുന്നതിനിടയിൽ അശ്വതി മോളെ എന്നവർ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ആ ചേച്ചി. അവർ അവളോടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്. നീ പോയതിൽ പിന്നെ നന്ദുവിനെ കൊണ്ട് അവർ നല്ല സ്ത്രീധനം വാങ്ങി വേറൊരു വിവാഹം കഴിപ്പിച്ചു. അതിൻ്റെ പേരിൽ ഇപ്പോഴും നന്ദുവും അവൻ്റെ വീട്ടുകാരും അവൾക്ക് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എല്ലാവർക്കും ചിരിയാണ് വരാറ് എന്നും പറഞ്ഞ് അവർ പൊട്ടിച്ചിരിച്ചു. അവളൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. നിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലല്ലേ അവർ ഉപേക്ഷിച്ചത്? അതേ സ്ത്രീധനത്തിൻ്റെ പേരിലാണ് അവർ ഇപ്പോൾ അഴി എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിയ പെണ്ണിൻ്റെ സ്വർണമെടുത്ത് അവൻ്റെ ചേച്ചി നന്ദിനിയും അവളുടെ ഭർത്താവും ബിസിനസ് തുടങ്ങാൻ വേണ്ടി എടുത്തുവത്രേ. പിന്നെ അത് തിരിച്ചു ചോദിച്ചപ്പോൾ തരില്ല എന്നും പറഞ്ഞ് നന്ദിനിയും അവളുടെ അമ്മയും ഭർത്താവും തർക്കത്തിലായി. ആ കുട്ടി ആരാ മോള്?
പോയി അവരുടെ പേരിൽ കേസങ്ങ് കൊടുത്തുവത്രേ എന്നും പറഞ്ഞ് അവർ വീണ്ടും ചിരിച്ചു. ഇപ്പോൾ അവർ കുടുംബത്തോടെ കോടതിയിൽ തന്നെയാണ് പാർപ്പെന്ന കേട്ടറിവ്. അത്രയും പറഞ്ഞ് അവർ മരുന്നും വാങ്ങി മുന്നോട്ടേക്ക് നടന്നു. അവർ പോയ വഴിയിലേക്ക് തന്നെ അവൾ നോക്കി നിന്നു. അവൾക്കുള്ളിൽ എവിടെയോ ഒരു ആത്മധൈര്യം വന്നു. ഒരു പെണ്ണ് വിചാരിച്ചാലും സ്ത്രീധനമെന്ന ചില്ലിൻ കൂട് തകർത്തെറിയാൻ സാധിക്കും എന്നവൾ മനസ്സിൽ പറഞ്ഞു. ഒരാണിൻ്റെ സഹായമില്ലെങ്കിലും സ്വയം ജീവിക്കാൻ സാധിക്കും. മാതാപിതാക്കൾ നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട് എങ്കിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെണ്ണ് ആണിൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അവൾക്കും ജീവിക്കാം. വിദ്യാഭ്യാസമെന്ന തോണി തുഴഞ്ഞു. ഇന്ന് സമൂഹത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ കഷ്ടതകൾ അനുഭവിച്ച് മരണപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പക്ഷേ ഒരു നിമിഷം ചിന്തിക്കുക, നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, ഇനിയും പറക്കാൻ ദൂരം ബാക്കിയാണ് എന്ന്.